ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് +1 ചാപ്റ്റർ 3 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ രണ്ടാമത്തെ എക്സസൈസ് 3.2 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് രണ്ട് ഫോർമുലാസ് അറിയാം. അത് ജസ്റ്റ് ഞാനൊന്ന് എഴുതാം. sin 2n pi plus x is equal to sin x for n element of z. അതേപോലെ വേറൊരു ഫോർമുലയുണ്ട്. cos 2n pi plus x is equal to cos x for n element of z. ഈ രണ്ട് ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ അതിനു മുൻപ് ഈ ഫോർമുലയൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നമ്മുടെ 0 ഡിഗ്രി, 0 തൊട്ട് 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. 90 ഡിഗ്രി നമുക്കറിയാം, 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു π/2 ആണ്. 180 ഡിഗ്രിയെ നമുക്ക് പൈ എന്നും, അഗെയിൻ 270 ഡിഗ്രിയെ നമുക്ക് 3π/2 എന്നും, ആൻഡ് 360 ഡിഗ്രി നമുക്ക് 2π എന്നും അറിയാം. ഇവിടെ നമ്മളോട് പറയുന്ന ഫോർമുല ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. sin 2n pi, സൈൻ ഓഫ് 2n pi. ഈ 2n pi എന്ന് പറഞ്ഞാൽ 2n pi, അതായത് 2π എന്ന് പറയുന്നത് നമുക്കറിയാം 360 ഡിഗ്രിയാണ്. അഥവാ 360 ഡിഗ്രി ഇൻറ്റു ഒരു n. ഇവിടെ n എന്ന് പറഞ്ഞേക്കുന്നത് ഇൻറ്റിജേഴ്സ് സെറ്റ് ഓഫ് ഇൻറ്റിജർ നമ്പേഴ്സ് നമുക്കറിയാം. നെഗറ്റീവ് നമ്പേഴ്സ്, 0, പോസിറ്റീവ് നമ്പേഴ്സ്, ആ വരുന്ന സെറ്റിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഏത് നമ്പർ വേണേലും, ഇൻറ്റിജർ സെറ്റിലെ ഏത് നമ്പർ വേണേലും എന്നിൻ്റെ സ്ഥാനത്ത് വരാം. സോ ഇവിടെ പറയുന്നത്, ഇപ്പം ഞാൻ എന്നിന് 1 ആണെന്നിരിക്കട്ടെ. 1 എന്ന് പറയുമ്പം 0 ഡിഗ്രിയിൽ തുടങ്ങി 90 ഡിഗ്രി ക്രോസ് ചെയ്ത് 180 ഡിഗ്രി കറക്റ്റ് 360 ഡിഗ്രിയിൽ വരുമ്പോഴത്തേന് അത് 1 റെവല്യൂഷൻ ആകും. അതായത് 1 ടൈം നമ്മൾ റൗണ്ട് ചെയ്തെന്നർത്ഥം. ഇപ്പം n 2 എന്ന് പറഞ്ഞാലോ, 0 ഡിഗ്രി കറങ്ങി 160 ഡിഗ്രി ഒരു റെവല്യൂഷനായി, എഗെയിൻ അടുത്ത റെവല്യൂഷൻ, രണ്ട് ടൈംസ് നമ്മൾ റൗണ്ട് ചെയ്തെന്നർത്ഥം. അതാണ് n, എത്ര ടൈംസ് വരുന്നു എന്നാണ്. സോ ഇവിടെ നമ്മൾ ഫോർമുല പറയുന്നത് സൈൻ ഓഫ് 2πn അഥവാ 2n pi. അത് വേറൊരു രീതി പറയുവാണെങ്കിൽ 360 ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് പ്ലസ് എക്സ് എന്നിവിടെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ആംഗിളിനെയാണ്. 90 ഡിഗ്രി വരാം, 45 ഡിഗ്രി വരാം, 180 ഡിഗ്രി വരാം. നമ്മുടെ ആംഗിളിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മുടെ ഫോർമുല നമുക്ക് പറയുന്നത് സൈൻ ഓഫ് 2n പൈയുടെ കൂടെ ഏതെങ്കിലും ഒരു ആംഗിളിനെ നമ്മൾ ആഡ് ചെയ്യുമോ സബ്ട്രാക്ട് ചെയ്യുമോ, അത് ഇവിടെ മൈനസ് വന്നാലും ഫോർമുല ഇവിടെ നമുക്ക് അഡീഷൻ മാത്രമേ ഉള്ളൂ. സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ ഓഫ് എക്സ് ആയിരിക്കും, സൈൻ എക്സ് എന്ന് കിട്ടും. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ഏത് ആംഗിളാണോ ഇവിടെ വന്നത് ആ ആംഗിൾ. സെയിം കൺസെപ്റ്റ് തന്നെയാണ് കോസിൻ്റെ കേസിലും. ഇതേപോലെ തന്നെ 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി. പിന്നെ നമുക്ക് വാല്യൂസ് അറിയാം, കോസ് 0, സൈൻ 0യുടെയൊക്കെ വാല്യൂസും അറിയാം. സോ നമുക്ക് എക്സസൈസ് പ്രോബ്ലത്തിലോട്ട് കയറാം. എക്സസൈസ് 3.2 ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ സൈൻ 765 ഡിഗ്രി. സോ സൈൻ 765 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ രണ്ട് ഫോർമുലാസ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു 3-4 മെത്തേഡ്, ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. മറ്റ് മെത്തേഡ്സ് വരുമ്പോൾ സ്റ്റെപ്പ് കൂടുന്തോറും ഇച്ചിരി ടഫ് കൂടുമായിരിക്കും. അതുകൊണ്ടാണ് സിമ്പിൾ വേയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഈ നമ്മളിതിൽ ഫോർമുലയൊക്കെ എടുത്ത് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു 0 ഡിഗ്രി 360 ഡിഗ്രി വരെ വരുമ്പോഴത്തേന് 1 റെവല്യൂഷൻ. ഇനി സെക്കൻഡ് ടൈം നമ്മുടെ ഫോർമുല വെച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം നമുക്കറിയാം 360 ഡിഗ്രി വരെ ഫസ്റ്റ് റെവല്യൂഷൻ ആണ്. പിന്നെയും ഞാൻ സെക്കൻഡ് റൗണ്ടിലേക്ക് n2 എന്ന രീതിയിൽ പോകുന്നു. n2 ആയാലും 3 ആയാലും എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്താലും സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂസിന് റിപ്പീറ്റ് മീൻസ് വാല്യൂസ് സെയിം ആയിരിക്കും, വാല്യൂസിന് മാറ്റമൊന്നും ഇല്ലെന്ന് നമുക്ക് അറിയാം. സോ ഈ 360 ഡിഗ്രി വരുമ്പോഴാണ് 1 റെവല്യൂഷൻ. സോ ഇവിടെ നമ്മൾ 360യുടെ മൾട്ടിപ്പിൾസ് ആദ്യം എഴുതാൻ പോവാണ്. അതായത് 360 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 360. ഇനി 360 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 720. 360 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 1080. 360 into 4 is equal to 1440. 360 into 5 is equal to 1800. 1800 ഒന്നുകൂടെ എഴുതാം. 360 into 6 is equal to 2160. മതി, എക്സെട്ര താഴോട്ട് പോകും. നമുക്കിപ്പോൾ ഇത്രയും മാത്രം മതി. ഇനി നോക്കണം,
നമ്മൾ പ്രോബ്ലത്തിലോട്ട് വരിക. സൈൻ 765. ഇനി ഇവിടെ നോക്കണം, നമുക്ക് സൈൻ ഓഫ് ഒരു പോസിറ്റീവ് നമ്പറാണ്. സോ പോസിറ്റീവ് നമ്പർ വരുമ്പം 360യുടെ മൾട്ടിപ്പിൾസിനകത്ത് 765 ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല, 720 കഴിഞ്ഞ് പിന്നെ വരുമ്പം 1080 ആണ് വരുന്നത്. സോ ഇതൊരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഇത് ചെയ്യേണ്ടത് സൈൻ ഓഫ് എടുത്തെഴുതണം. ഇനി ഈ 760ക്ക് പകരം 765ന് പകരം 360യുടെ മൾട്ടിപ്പിൾസിനകത്ത് 765 വരുന്നില്ല, പകരം 765ന് തൊട്ട് മുകളിൽ വരുന്ന കുഞ്ഞു നമ്പർ 765നേക്കാട്ടിൽ ലെസ്സർ നമ്പർ ഏതാ, 1180 എടുത്താൽ 765നേക്കാട്ടി ഗ്രേറ്റർ ആണ്. അത് നമുക്ക് വേണ്ട. 765ന് അടുത്ത് വരുന്ന നിയറായിട്ട് വരുന്ന കുഞ്ഞു നമ്പർ ഏതാണ്, 720 ആണ്. സോ അത് ചൂസ് ചെയ്യണം. അത് ഓർത്തോണം. ഇതൊരു 765 തന്നിരിക്കുന്ന നമ്പർ ഒരു പോസിറ്റീവ് നമ്പർ വരുന്ന കേസിലാണ് നമ്മൾ ഈ പറയുന്നത്. ആ നമ്പറിന് തൊട്ട് നിയറി വരുന്ന സ്മോളർ നമ്പർ എടുക്കണം. അത് 360 × 2 ആണ്. സോ ഈ 765ന് പകരം ഞാൻ എന്നാ എഴുതുന്നു, 720 നമ്മൾ എടുക്കുന്നു. 720 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 360 × 2 ടൈംസ് 360 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 720 എന്ന് പറഞ്ഞത്. സോ ഞാനിവിടെ 360 × 2 പ്ലസ്. ഓക്കെ, കഴിഞ്ഞില്ല. നമുക്ക് വേണ്ടത് 765ന് പകരമാണ്. 765ന് പകരം നമ്മളിപ്പം 360 × 2 ആയുള്ളൂ. 360 × 2 എന്ന് പറഞ്ഞാൽ 720 ആയുള്ളൂ. എനിക്ക് ഇനി എങ്ങോട്ട് എത്തണം, 765ലോട്ട് എത്തണം. സോ ഇനി എത്ര നമ്പറും കൂടെ ആഡ് ചെയ്യണം, അതായത് 360 × 2 അഥവാ 720യുടെ കൂടെ, ഇത് 720 ആണല്ലോ, 720യുടെ കൂടെ എത്രയും കൂടെ ഒരു നമ്പർ ആഡ് ചെയ്താലേ എനിക്ക് 765 കിട്ടത്തുള്ളൂ നോക്കണം. അതിനെന്നാ ചെയ്താൽ മതി, ഡയറക്റ്റ് 765 - 720 ചെയ്താൽ പോരെ, 540, അതായത് 45 കൂടെ ആഡ് ചെയ്യണം. ഒന്നും കൂടെ പറയാം, നമ്മൾ സൈൻ അതേപോലെ എടുത്തെഴുതി. 765 ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 360 എന്തുകൊണ്ടാണ് 360 എടുത്തത്, ബിക്കോസ് നമുക്കറിയാം ഒരു റെവല്യൂഷനാണ് 360 വരെ വരുന്നത്. അത് കഴിഞ്ഞ് എത്ര തവണ നമ്മൾ റൊട്ടേറ്റ് ചെയ്താലും കോസിൻ്റെയും സൈൻ, ഇവിടെ നമുക്ക് സൈനാണ്, സൈനിൻ്റെ വാല്യൂസിന് ചേഞ്ച് വരത്തില്ല. അപ്പോൾ നമ്മൾ 760യുടെ മൾട്ടിപ്പിളിനകത്ത് 360യുടെ മൾട്ടിപ്പിളിനകത്ത് 765 ഉണ്ടോ നോക്കി, ഇല്ല. സോ 765ന് നിയർ ആയിട്ട് വരുന്ന സ്മോളർ നമ്പറായ 720 എടുത്തി. 720 നമ്മൾ എടുത്തു, അതായത് 360 × 2 എഴുതി. 360 × 2 എന്ന് പറഞ്ഞാൽ 720 ഉള്ളൂ. നമുക്ക് വേണ്ടത് 765 ആണ്. സോ 720യുടെ കൂടെ 45 ആഡ് ചെയ്താലേ എന്ത് കിട്ടത്തുള്ളൂ, 765 കിട്ടത്തുള്ളൂ. ഇനി നോക്കിക്കേ, ഇത് നമ്മുടെ ഫോർമുല ആയില്ലേ, സൈൻ 360 × 2. 360 ഇത് നമുക്ക് എങ്ങനെയാണ്, ഡിഗ്രിയിലാണ് തന്നിരിക്കുന്നത്. റേഡിയനിലോട്ട് ആക്കുവാണെങ്കിൽ 360 എന്ന് പറയുന്നത് എത്രയാണ്, 2π ആണ്. 2π × എന്നിന് പകരം നമുക്കിവിടെ എന്നാണ് തന്നിരിക്കുന്നത്, 2 ആണ്, പ്ലസ് എക്സ്. നോക്കിക്കേ, സൈൻ 2πn + x എന്ന ഫോർമുലയിലോട്ടായില്ലേ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു സൈൻ 2πn + x = n ആണ്, സൈൻ എക്സ് ആന്ന് പറഞ്ഞു. 360ക്ക് പകരം നമ്മൾ എന്ത് പറഞ്ഞു, ഇവിടെ 2π നമ്മൾ റേഡിയനിൽ എഴുതി. എന്നിന് പകരം ഇവിടെ 2 ഉണ്ട്, എക്സിന് പകരം 45 ഡിഗ്രി ഉണ്ട്. സോ ഫോർമുല അനുസരിച്ച് സൈൻ എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ 45 ഡിഗ്രി. സൈൻ 45 ഡിഗ്രിയുടെ വാല്യൂ നമുക്കറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു 1/√2. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് ചെയ്യാൻ പോകുന്നത്. കൊസീക് ഓഫ് -1410 ഡിഗ്രി. നോക്കിയേ, ഇവിടെ ഒരു നെഗറ്റീവാണ്, നെഗറ്റീവ് നമ്പർ വരുന്നു. സോ നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ തൊട്ട് ക്വസ്റ്റ്യൻ നമ്പർ 6 നമ്മളൊരു പോസിറ്റീവ് നമ്പർ ഡിഗ്രി നമ്പർ വന്നപ്പോൾ നമ്മൾ ചെയ്തൊരു മെത്തേഡിലല്ല ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ആ രീതിയിൽ നമുക്ക് ചെയ്യാം, പക്ഷേ ആ രീതി ചെയ്യുമ്പോൾ സ്റ്റെപ്പ് കൂടുതലായിരിക്കും, അപ്പോൾ കുറച്ച് പാട് പോലെ തോന്നുമായിരിക്കും. ഇതിന് ഒരു നെഗറ്റീവ് നമ്പർ വരുമ്പം എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കൊസീക് ഓഫ്, അതാദ്യം നമ്മളങ്ങ് എഴുതുന്നു. കൊസീക് ഓഫ് ഇവിടെ തന്നിരിക്കുന്ന നെഗറ്റീവ് നമ്പറിനെ അതേപോലെ എടുത്തെഴുതാം, -1410 പ്ലസ്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ തൊട്ട് മുകളിൽ ചെയ്ത ക്വസ്റ്റ്യൻ ഒരു പോസിറ്റീവ് നമ്പർ ചെയ്യുന്ന രീതിയാണ്. അതേ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം, ഒരു നെഗറ്റീവ് നമ്പർ വരുമ്പം ഡിഗ്രിയിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം എന്നാണ് നോക്കുന്നത്. തന്നിരിക്കുന്ന കൊസീക്കിനെ അതേപോലെ എഴുതി, തന്നിരിക്കുന്ന നെഗറ്റീവ് നമ്പറിനെ അതേപോലെ എടുത്തങ്ങ് എഴുതണം, അത്രയും ഡിഗ്രി. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ 360യുടെ മൾട്ടിപ്പിൾസിലേക്ക് നോക്കുന്നു. പോസിറ്റീവ് നമ്പർ വന്നപ്പോൾ നമ്മൾ എന്നാ ചെയ്തത്, തന്നിരിക്കുന്ന ഡിഗ്രിക്ക് നിയർലി വരുന്ന സ്മോളർ നമ്പറിനെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. എന്നാൽ ഇവിടെ ഒരു നെഗറ്റീവ് നമ്പർ വന്നപ്പം തന്നിരിക്കുന്ന നമ്പർ നമുക്കിവിടെ ഉണ്ടോ, 1410 360യുടെ മൾട്ടിപ്പിൾ ടേബിളിനകത്ത് ഇല്ല. സോ തന്നിരിക്കുന്ന നമ്പറിന് നിയർലി വരുന്ന ഗ്രേറ്റർ നമ്പർ ചൂസ് ചെയ്യണം. നോക്കിക്കുക,
80 എന്ന് പറഞ്ഞ് ഇതിനേക്കാട്ടിലും ചെറുതാണ്. പിന്നെ വരുന്നത് 1440. സോ നമുക്ക് തന്നിരിക്കുന്നത് ഇതൊരു നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന് ഗ്രേറ്റർ ആയിട്ട് വരുന്ന നിയറർ നമ്പറിനെ വേണം ചൂസ് ചെയ്യാൻ. പോസിറ്റീവ് നമ്പർ വരുമ്പോൾ എങ്ങനെയായിരുന്നു? ലെസ്സർ നമ്പറിനെ ചൂസ് ചെയ്യുന്നു. നെഗറ്റീവ് നമ്പർ വരുമ്പോൾ 360യുടെ ടേബിളിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന് ഗ്രേറ്റർ ആയിട്ട് വരുന്ന നമ്പർ ചൂസ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 1410 ആണ്. സോ അതിന് ഗ്രേറ്റർ ആയിട്ട് വരുന്ന 360 × 4 ആണ്. സോ നമ്മളിവിടെ എന്നാ എഴുതണം? ഈ നമ്പർ അതേപോലെ എടുത്തെഴുതിട്ട് ഗ്രേറ്റർ ആയിട്ട് വരുന്ന നമ്പർ എഴുതാൻ പോവാണ്. അതായത് 1440. 1440 എന്ന് പറഞ്ഞാൽ 360 × 4 ആണ്. സോ ഞാൻ അത് എഴുതുന്നു 360 ഡിഗ്രി × 4 എന്ന് എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു കൊസീക്ക് ഞാൻ അതേപോലെ എഴുതുന്നു. അഗെയിൻ -1410 ഡിഗ്രി ഞാൻ അതേപോലെ എഴുതുന്നു. ഇനി 360 ഡിഗ്രി × 360 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 1440 ആണ്. ഇനി ഒന്നുമില്ല, കൊസീക്ക് അതേപോലെ എഴുതുന്നു. നോക്കിക്കേ, ഒരു നെഗറ്റീവ് നമ്പർ പ്ലസ് വേറൊരു പോസിറ്റീവ് നമ്പർ വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ മൈനസ് ചെയ്തിട്ട് വലിയ സംഖ്യയുടെ സൈൻ ഇടുന്നു. അതായത് 1440 - 1010 മൈനസ് ചെയ്യുമ്പോൾ 0, 4 - 1 3 0. സോ 30 ഡിഗ്രി. ഇനി കൊസീക്ക് 30യുടെ വാല്യൂ നമുക്കറിയാം 2. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഒന്നും കൂടെ പറയാവേ, നമുക്കിവിടെ നെഗറ്റീവ് നമ്പറാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ തൊട്ട് മുകളിൽ ചെയ്ത 6ാമത്തെ ക്വസ്റ്റ്യൻ പോലല്ല ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി ഈസി വേ ആണ് പറഞ്ഞു തരുന്നത്. ആ മെത്തേഡിൽ ചെയ്താൽ ഒത്തിരി ലെങ്ത് ആണ്. നെഗറ്റീവ് നമ്പർ വരുമ്പം കൊസീക്ക് അതേപോലെ എടുത്തണം, മൈനസ് നമ്പർ നമ്മൾ അതേപോലെ എടുത്തെഴുതണം. 360യുടെ മൾട്ടിപ്പിൾ ടേബിളിനകത്ത് തന്നിരിക്കുന്ന നമ്പറിന് ഗ്രേറ്റർ ആയിട്ട് വരുന്ന നിയറർ നമ്പർ ചൂസ് ചെയ്തു. 360 × 4 ആണ്. 360 × 4 എത്രയാണ്? 1440. ഇനി എന്നാ ചെയ്യണം? കൊസീക്ക് ഞാൻ അതേപോലെ എഴുതി. ഇനി നമ്മൾ നോർമലി നമ്മളൊരു ഇൻറ്റിജർ നമ്പർ സോൾവ് ചെയ്യുന്ന പോലെ തന്നെ, ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു നെഗറ്റീവ് നമ്പർ പ്ലസ് ഒരു പോസിറ്റീവ് നമ്പർ വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്തത്? മൈനസ് ചെയ്തിട്ട് വലിയ സംഖ്യയുടെ സൈൻ ഇട്ടു. ഇവിടെ ഞാൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 30 ആണ് കിട്ടിയത്. ഗ്രേറ്റർ നമ്പർ ഈസ് 1440 ആണ്. അതിൻ്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് +30. കൊസീക്ക് 30യുടെ വാല്യൂ നമുക്കറിയാം 2. സോ ക്വസ്റ്റ്യൻ നമ്പർ 8, tan 19π/3. സോ നോക്കിയാൽ നമുക്ക് കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിഗ്രി ആയിരുന്നു. നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ റേഡിയനിലാണ്. 19π/3 ആൻഡ് ഇതൊരു പോസിറ്റീവ് നമ്പറുമാണ്. സോ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആദ്യം 19π/3 ഡിനോമിനേറ്റർ ഇവിടുത്തെ നോക്കണം. ഡിനോമിനേറ്റർ നമുക്ക് 3 ആണ്. സോ ഡിനോമിനേറ്റർ 3 ആയതുകൊണ്ട് 3യുടെ മൾട്ടിപ്പിൾസ് വേണം നമുക്ക് ആവശ്യം. 3 1s are 3, 3 2s are 6, 3 3s are 9. നമ്മൾ 3യുടെ മൾട്ടിപ്പിൾസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് 3 എന്ന് ചോദിച്ചാൽ ഇവിടെ ഡിനോമിനേറ്റർ ഏതാണെന്ന് നോക്കണം. ഡിനോമിനേറ്റർ 3 ആയതുകൊണ്ടാണ് 3യുടെ മൾട്ടിപ്പിൾസ് എഴുതിയേക്കുന്നത്. സോ ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി tan അതേപോലെ ഞാൻ എടുത്തെഴുതി. ഇനി നോക്കിക്കോണം, 19π/3 അതായത് ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ പോസിറ്റീവ് നമ്പർ വരുമ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ 6ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെ 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അവിടെ നമ്മൾ 360 ആണ് എടുത്തത്. ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ 3 ആയതുകൊണ്ട് 3യുടെ മൾട്ടിപ്പിൾസിനകത്ത് ന്യൂമറേറ്റർ നമുക്ക് 19π, അതിനകത്ത് 19നെ മാത്രം നോക്കിയാൽ മതി. 3യുടെ ടേബിളിൽ 19 ഉണ്ടോ? ഇല്ല. പകരം ഇതൊരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് 19ന് നിയറായിട്ട് വരുന്ന സ്മോളർ നമ്പർ, അതായത് 3 × 6 are 18, 3 × 7 are 21. 21 19നേക്കാട്ടിൽ വലുതാണ്. സോ ഇതൊരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് 19ന് ലെസ്സർ ആയിട്ട് വരുന്ന കുഞ്ഞു നമ്പർ എന്ന് പറഞ്ഞത് 18 ആണ്. സോ നമ്മൾ എന്നാ ചെയ്യുന്നു? 18, 3 × 6 are 18നെ ചൂസ് ചെയ്യുന്നു. സോ ഇവിടെ എഴുതുമ്പം 18. പിന്നെ നോക്കിക്കേ, ഇവിടെ ഒരു π/3 ഉണ്ട് കൂടെ, അതും എഴുതിക്കോണം. 18π/3. ഒന്നുകൂടെ പറയാം, ഡിനോമിനേറ്റർ 3 ആണ്. ഡിനോമിനേറ്റർ 3 ആയതുകൊണ്ട് 3യുടെ മൾട്ടിപ്പിൾസ് നമ്മൾ ചൂസ് ചെയ്തു. ന്യൂമറേറ്ററിൽ 19 ആണ്. സോ 3യുടെ ടേബിളിൽ 19 ഉണ്ടോ? ഇല്ല. 19 ഇല്ലാത്തതുകൊണ്ട് 19 ഒരു പോസിറ്റീവ് നമ്പറും ആയതുകൊണ്ട് 19ന് നിയർ ആയിട്ട് വരുന്ന സ്മോളർ നമ്പർ 18 നമ്മൾ ചൂസ് ചെയ്തു. കൂടുള്ള ഈ π/3യും എഴുതണം. കഴിഞ്ഞില്ല. tan നമ്മൾ എഴുതി. 18π/3 ആയതേ ഉള്ളൂ. നമുക്ക് 19π/3 അല്ല വേണ്ടത്. സോ ഇതിൻ്റെ കൂടെ എന്തിനേയും കൂടെ ആഡ് ചെയ്യണം? ഒരു π/3യേയും കൂടെ നമുക്ക് ആഡ് ചെയ്താലേ ആകത്തുള്ളൂ. അങ്ങനെ നമ്മൾ എഴുതി. ഇനി നോക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു tan ഓഫ് 18/3 എത്രയാ? 6 ആണല്ലോ. സോ നമുക്ക് 18π/3യെ 6π എന്ന് പറയാമല്ലോ. പ്ലസ് π/3 അതേപോലെ ഞാൻ എഴുതി. ഓക്കെ. ഇനി നമ്മൾ അവിടെ ചെയ്തതുപോലെ സൈന് നമ്മൾ ഡയറക്റ്റ് സൈൻ എക്സ് ഈ ആംഗിൾ എടുത്തെഴുതുമല്ലേ, അതേപോലെ വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് tan π/3 എന്ന് എഴുതാം. ഇല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നമുക്ക് സൈനിൻ്റെ പോലത്തെ തന്നെ ഫോർമുലയുണ്ട്. tan 2
പൈ എൻ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് എന്നാണ് നമ്മുടെ ഫോർമുല. നോക്കണം, നമുക്കിവിടെ തന്നിരിക്കുന്നത് 6 പൈ ആണ്. ഈ 6നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ജസ്റ്റ് ബ്രാക്കറ്റിൽ കാണിക്കാം. 6 പൈയെ നമുക്ക് എങ്ങനെ എഴുതാം? 6നെ എനിക്ക് 2 × 3 എഴുതാമല്ലോ, ഇൻറ്റു ഈ പൈ എന്ന് എഴുതാം. സോ നോക്കിക്കേ, 2 പൈ വന്നു. എന്നിന് പകരം ഇവിടെ ആരുണ്ട്? 3 ഉണ്ട്, പ്ലസ് എക്സിന് പകരം π/3. ആ രീതിയിൽ വേണേലും ചിന്തിച്ച് ടാൻ എക്സിന് പകരം ടാൻ π/3 എന്ന് നമുക്ക് എഴുതാം. ഇല്ലെങ്കിൽ ഈ ഫോർമുല ഇല്ലെങ്കിലും നമ്മൾ സൈൻ എഴുതിയതുപോലെ ഡയറക്റ്റ് പ്ലസ് ആംഗിൾ എത്രയാണോ അതങ്ങ് ഡയറക്റ്റ് എഴുതിയാലും തെറ്റില്ല. സോ ടാൻ π/3. ടാൻ π/3യുടെ വാല്യൂ നമുക്കറിയാം √3. ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് നമ്മൾ ചെയ്യുന്നത്. സൈൻ ഓഫ് -11 π/3. എഗെയിൻ നമുക്ക് ഡിഗ്രി അല്ല, റേഡിയനല്ല, പൈ ഉണ്ട്. നെഗറ്റീവ് നമ്പറുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ സെയിം പ്രൊസീജിയറാണ് ചെയ്യുന്നത്. സൈൻ ഞാൻ അതേപോലെ എടുത്തെഴുതി. നെഗറ്റീവ് നമ്പർ വരുമ്പോൾ നമ്മൾ എവിടെ എന്നാ ചെയ്തത്? ആ നെഗറ്റീവ് നമ്പറിനെ അതേപോലെ എടുത്തെഴുതുക ചെയ്തത്. സോ -11 π/3 ഞാൻ എടുത്ത് അതേപോലെ എഴുതി. തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ടാണ് ഡയറക്റ്റ് നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിൾസ് പോയത്. ഇതൊരു നെഗറ്റീവ് നമ്പർ ആകുമ്പം അതേ നമ്പറിനെ എടുത്തെഴുതണം. പ്ലസ് ഇനി എന്നാ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഡിനോമിനേറ്റർ ഇവിടെ എത്രയാണ്? 3 ആണ്. സോ 3യുടെ മൾട്ടിപ്പിൾസ് ആരുണ്ടോ നോക്കണം. 11 ഉണ്ടോ? ന്യൂമറേറ്റർ 11 ആയതുകൊണ്ട് 11 ഉണ്ടോ നോക്കണം. 11 ഇല്ല. പകരം നെഗറ്റീവ് 11 ആയതുകൊണ്ട് 11ന് ഗ്രേറ്റർ ആയിട്ട് വരുന്ന നിയറർ നമ്പറാണ് ചൂസ് ചെയ്യേണ്ടത്. പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്നാ ചെയ്യുമായിരുന്നു? തന്നിരിക്കുന്ന നമ്പറിന് ലെസ്സർ ആയിട്ടുള്ള നമ്പർ ചൂസ് ചെയ്യും. ഇവിടെ നമുക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് ഗ്രേറ്റർ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. അതാ 3 × 4 12 ആണ് വരുന്നത്. സോ നമ്മൾ ആരെ ചൂസ് ചെയ്യണം? 12നെ എടുത്ത് 12നെ മാത്രം എഴുതിയാൽ മതിയോ? പോരാ, ഈ π/3യും കൂടെ നമ്മൾ എഴുതണം. π/3 എന്ന് എഴുതി. ഇനി നമ്മൾ എന്നാ ചെയ്യും? ഈ സൈനിനെ അതേപോലെ എഴുതണം. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 പറഞ്ഞ സെയിം പ്രൊസീജിയർ. സൈൻ അതേപോലെ എഴുതണം, ബ്രാക്കറ്റ് ഇട്ടു. ഇനി നോക്കിക്കേ, -11 π/3 പ്ലസ് 12 π/3 ഒരു നെഗറ്റീവ് നമ്പർ പ്ലസ് ഒരു പോസിറ്റീവ് നമ്പർ വരുമ്പം മൈനസ് ചെയ്തിട്ട് വലിയ സംഖ്യയുടെ സൈൻ ഇടണം. സോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? π/3 എന്ന് കിട്ടും. 12ൻ്റെ സൈൻ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് അത് അതേപോലെ എഴുതുന്നു. സൈൻ π/3യുടെ വാല്യൂ നമുക്കറിയാം √3/2 ആണ്. ഒന്നുകൂടെയും പറയാം, ഇവിടെ നമുക്ക് നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് ആ നെഗറ്റീവ് നമ്പർ അതേപോലെ എടുത്തെഴുതുക. ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിൾസ് നോക്കണം. മൾട്ടിപ്പിൾസിനകത്ത് 11 ഉണ്ടോ എന്ന് നോക്കണം. 11 ഇല്ല. -11 ആയതുകൊണ്ട് നിയറർ നമ്പർ, ഗ്രേറ്റർ ആയിട്ട് വരുന്ന നിയറർ നമ്പർ നമ്മൾ എഴുതി. അതേപോലെ നമ്മൾ സാധാരണ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്ത് വാല്യൂസ് എഴുതി. എക്സസൈസ് 3.2 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോട്ട് ഓഫ് -15 π/4. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത സൈൻ ഓഫ് -11 π/3യുടെ സെയിം പ്രൊസീജിയർ. കോട്ടാണെന്നേ ഉള്ളൂ, നെഗറ്റീവ് നമ്പറാണ്. സോ അവിടെ ചെയ്തതുപോലെ തന്നെ കോട്ട് നമ്മൾ എടുത്തെഴുതുന്നു. നെഗറ്റീവ് നമ്പറായ -15 π/4 നമ്മൾ എന്നാ ചെയ്യണം? എടുത്തെഴുതണം. നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ എടുത്തെഴുതിയത്. പിന്നെ നമ്മൾ എന്താ നോക്കിയത്? ഡിനോമിനേറ്റർ 4ൻ്റെ മൾട്ടിപ്പിൾസിനകത്ത് അഥവാ ടേബിളിൻ്റെ അകത്ത് 15 ഉണ്ടോ നോക്കണം. 15 വരത്തില്ല. -15 ആയതുകൊണ്ട് 15ന് നിയർ ആയിട്ട് വരുന്ന ഗ്രേറ്റർ നമ്പർ നോക്കണം. 4 × 3 12. 15നെ കട്ടി ചെറുതാണ്. 4 × 4 16 ആണ്. സോ നമ്മൾ ആരെ ചൂസ് ചെയ്യും? 16 π/16 എന്ന് മാത്രമല്ല ഈ π/4നെ കൂടെ നമ്മൾ എഴുതണം. ഇനി നമ്മൾ എന്നാ എഴുതാൻ മതി? നോർമൽ രീതിയിൽ നെഗറ്റീവ് നമ്പർ പ്ലസ് ഒരു പോസിറ്റീവ് നമ്പർ വരുമ്പോഴത്തേന് മൈനസ് ചെയ്തിട്ട് വലിയ സംഖ്യയുടെ സൈൻ ഇടും. മൈനസ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്നാ കിട്ടും? കോട്ട് π/4. സൈൻ പോസിറ്റീവ് ആയിരിക്കും. കോട്ട് π/4ൻ്റെ വാല്യൂ നമുക്കറിയാം 1.